ഒരു ഇസ്രായേലി എംബസിയും ഇനി സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് യഹ്യ റഹീം സഫാവി. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ നിയമപരമായ അവകാശമായാണ് ടെഹ്റാൻ വീക്ഷിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. വാർത്താ ഏജൻസിയായ ISNA ആണ് സഫഫിയെ ഉദ്ധരിച്ച് വാർത്ത പുറത്തുവിട്ടത്. തങ്ങളുടെ പ്രതിരോധ സേന സജ്ജമാണെന്നും അവരെപ്പോൾ എങ്ങനെ തിരിച്ചടിക്കുമെന്നത് കണ്ടറിയാമെന്നുമാണ് സഫഫിയുടെ മുന്നറിയിപ്പ്. വിവിധയിടങ്ങളിൽ ഇസ്രായേൽ എംബസികൾ ഇതിനോടകം തന്നെ അടച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ഉചിത മറുപടി നൽകുമെന്ന് കഴിഞ്ഞ ദിവസവും ഇറാൻ ആവർത്തിച്ചിരുന്നു. ഇറാനിൽ നിന്ന് ഏത് സമയവും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ഏതൊരു സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വത്തിന്റെ പ്രതികരണം. ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെ മിക്ക രാജ്യങ്ങളിലും ഇസ്രായേൽ എംബസികളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ എംബസി അടച്ചതായാണ് റിപ്പോർട്ട്. മുംബൈയിലുള്ള ഇസ്രായേലിന്റെ കോൺസുലേറ്റും അടച്ചിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 28 രാജ്യങ്ങൾ ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇസ്രായേൽ എംബസി താൽക്കാലികമായി അടയ്ക്കുകയോ സുരക്ഷ ശക്തമാക്കുകയോ ചെയ്തിട്ടുണ്ട്. അതേസമയം ചെങ്കടലിൽ 2 ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഹൂത്തികൾ അറിയിച്ചു. ഇതിനുള്ള മറുപടി എന്നോണം ഹൂത്തി പ്രദേശങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണം നടത്തി. കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഇരുപക്ഷത്തിനുമിടയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ തിരക്കിട്ട നീക്കമാണ് നടക്കുന്നത്. US നേതൃത്വം നൽകുന്ന പ്രത്യേക വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കെയ്റോയിലെ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രതീക്ഷയും ശക്തമാണ്. ഇസ്രായേൽ സംഘം ഇന്ന് കെയ്റോയിലെത്തും. ചർച്ചകൾക്കായി ഹമാസ് സംഘത്തിനു പുറമെ CIA ഡയറക്ടർ ബിൽ ബെയിൻസും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയും കെയ്റോയിലെത്തി. കടുത്ത നിലപാടിൽ നിന്ന് ഇസ്രായേൽ അയഞ്ഞതായി US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ബന്ധുക്കളുടെ മോചനത്തിന് ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ ഹമാസിന്റെ ഉപാധികൾ മുഴുവൻ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇന്നലെ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭയാണ് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. ഇതിനിടെ ഇസ്രായേൽ തടവിലുള്ള ഹമാസ് പോരാളി വാലിദ് ദഖ കൊല്ലപ്പെട്ടു. മധ്യസ്ഥ ചർച്ച അട്ടിമറിക്കാൻ ഇസ്രായേൽ ദഖയെ ജയിലിൽ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് ഹമാസിന്റെ ആരോപണം. എന്നാൽ ദഖയുടേത് സ്വാഭാവിക മരണം മാത്രമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. അതേസമയം കെയ്റോ ചർച്ചയ്ക്ക് തൊട്ടു മുൻപായി തെക്കൻ ഗസയിൽ നിന്ന് കൂടുതൽ കരസേനയെ ഇസ്രായേൽ പിൻവലിച്ചു. 98ാം ഡിവിഷന്റെ 3 ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത്. നിലവിൽ ഒരു ഡിവിഷൻ മാത്രമാണ് ഗസയിൽ അവശേഷിക്കുന്നത്. അടുത്ത ഘട്ട സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് പിന്മാറ്റമെന്നാണ് IDF നൽകുന്ന വിശദീകരണം. സഖ്യകക്ഷിയായ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഭാഗമായാണിതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. റഫേൽ കരയുദ്ധം തുടങ്ങുന്നതിന്റെ മുന്നോടിയെന്ന നിലയ്ക്കും ഈ നീക്കത്തെ നോക്കിക്കാണുന്നവരുണ്ട്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണിപ്പോഴും. ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 33,175 ഉയർന്നു. 75,886 പേർക്കാണ് ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത്.